ഇടവം രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് ഈ 2025 വളരെ അധികം നന്മകൾ നിറഞ്ഞ ഒരു വർഷം തന്നെയാണ്. കാരണം 2025-27 കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും എന്നുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. നിങ്ങളുടെ ഓരോ പരിശ്രമങ്ങളും പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. കാരണം അത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് എല്ലാം തന്നെ വളരെ അധികം നന്മകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇതിൽ കാർത്തിക, രോഹിണി എന്നിവർക്ക് കുറച്ച് അധികം ഫലം ലഭിക്കും എന്നുള്ളതും വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. മകയിരത്തിന് അതിൻ്റെതായ ഒരു 80%ഒക്കെയും ഈ രാശിക്കുള്ളിൽ നിന്ന് ലഭിക്കും എന്നുള്ളതും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം അവർക്ക് വളരെ അധികം കഷ്ടതകളൊക്കെ ഉള്ള ഒരു ആൾക്കാർ തന്നെയാണ് മകയിരം നക്ഷത്രക്കാരൊക്കെയും. പൊതുവെ എല്ലാവരും അങ്ങനെ ആണ് എങ്കിൽ തന്നെയും അവരുടെ കാര്യത്തിലും ഈ ഒരു നല്ല കാലം പ്രഭാവം നല്ല ഒരു ഗുണം പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് നല്ലത് പറയേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായും എല്ലാവർക്കും തൊഴിൽപരമായ പല മുന്നേറ്റങ്ങളും ഉണ്ടാകുമെന്നുള്ളത് വളരെയേറെ ഒരു നല്ല കാര്യം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ആ ഒരു പരിശ്രമം നൽകിയിരുന്നു, ആ പരിശ്രമങ്ങൾക്കൊക്കെയും തന്നെ നല്ല വിജയം ഉണ്ടാകുകയും ചെയ്യും. കാരണം നിങ്ങൾ വിദേശത്തൊക്കെ ജോലിക്കൊക്കെ അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ മാറി ഇപ്പോൾ ഒരു ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ വഴികളൊക്കെ തെളിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ മറ്റു സാധാരണ ജോലിക്കാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും അവർക്കും അതിൻ്റെതായ ഒരു മാറ്റങ്ങളൊക്കെ 100% ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ സമ്പത്തുപരമായ ഇടങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുന്നു, മറ്റു രീതികൾക്കുള്ള പുതിയ വർക്കുകളൊക്കെ ലഭിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയും നടക്കുന്ന ഒരു കാലം തന്നെയാണ്. അതുപോലെ തന്നെ പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്കൊക്കെയും അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുകയും ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പൊതുവിൽ ഈ തൊഴിൽപരമായ ഇടങ്ങളിലും സാമ്പത്തികമായ ഇടങ്ങളിലുമൊക്കെ വളരെ അധികം മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഉണ്ടാകുമെന്നല്ല, നമ്മളുടെ പരിശ്രമം പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തും. അതായത് ഇപ്പോൾ ഒരു 4 വർഷത്തെ കണക്ക് എടുത്തു നോക്കിയാലും അതിൻ്റേതൊക്കെ വെച്ചിട്ട് ആ 4 വർഷം ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ നല്ല മാറ്റങ്ങൾ തന്നെയാവും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നത്. അതായത് ആഗ്രഹിച്ച രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ ലഭിക്കും. അല്ലെങ്കിൽ നിൽക്കുന്ന ഇടത്തു നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. ഇവിടെയൊക്കെ സഹായ ഹസ്തങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതും ഒരു നല്ല ഒരു കാര്യം തന്നെയാണ്. അതായത് ഇതുവരെ സഹായത്തിന് ഒരു വ്യക്തി ഇല്ലാതിരുന്നു എങ്കിൽ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ തൊഴിൽപരമായ ഇടങ്ങളിലും വിദ്യാഭ്യാസപരമായി പഠിച്ചിട്ട് നിൽക്കുന്ന ആ കുട്ടികൾക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ സൃഷ്ടിക്കും. അതായത് കാർത്തിക, രോഹിണി എന്നിവർക്കൊക്കെയും 100% ഈ പറയുന്ന കാര്യങ്ങൾ ഫലവത്തായി കിട്ടുമെന്നുള്ളതിനും തർക്കമില്ല. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പണം ഒക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്നും പാടില്ല. കാരണം പോയ പണം തിരികെ കിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം വാങ്ങുന്നവർക്ക് തിരിച്ച് സമയത്തിന് തരാനുള്ള കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാവും. അതുപോലെ നിങ്ങൾ ഈ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയേറെ സൂക്ഷിച്ച് ചിന്തിച്ച് വേണം അതൊക്കെ ചെയ്യുവാനായിട്ട്. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും വളരെ ശ്രദ്ധ വേണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പോകുന്നതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന ഒരു ചിന്ത എപ്പോഴും വേണം. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ മിസ്സിങ് ആവാനും സാധ്യതയുണ്ട്. വലിയ എമൗണ്ട് ഒക്കെ എടുത്ത് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് സമ്പത്തുപരമായ രീതിയിൽ ഔട്ട്സൈഡ് പണം പോകാത്ത ഒരു സാഹചര്യത്തിലേക്ക് വേണം ചിന്തിച്ച് പോകുവാനായിട്ട്. കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല, 100%വും ഞാനത് ഉറപ്പിച്ച് പറയുകയാണ്. കാരണം തിരികെ തരാനായിട്ട് മറ്റു രാശിക്കാരുടെ കയ്യിൽ ഉണ്ടാകില്ല എന്നതാണ് യഥാർത്ഥമായ ഒരു വസ്തുത. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഈ ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെ നിങ്ങൾക്ക് ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഈ പോയ വർഷത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഈ ജനുവരി മാസം സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ പലർക്കും തൊഴിൽപരമായ ഇടങ്ങളിലും സമ്പത്തുപരമായ ഇടങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കാണും. അപ്പോൾ ഈ മാർച്ച് മാസം വരെ ഈ ഒരു നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. ഈ മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി തന്നെ ഈ ശനിയുടെ ആ ഒരു മാറ്റവും കൂടിയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഫലമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമ ശനിക്കാലമൊക്കെ നിങ്ങൾക്ക് നീങ്ങി നല്ല കാലം ആരംഭിക്കുകയാണ്. അപ്പോൾ ശനീശ്വരൻ അനുഗ്രഹ വർഷങ്ങളൊക്കെ ചൊരിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇനി മാറ്റം വരുന്നത്. അപ്പോൾ അതുതന്നെ നിങ്ങൾക്ക് ഗുണപരമായ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ അദ്ദേഹം നല്ല മുന്നേറ്റം നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. ഏപ്രിൽ മാസത്തിന് ശേഷം ഈ വിവാഹങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്ന ആൾക്കാർക്കൊക്കെ വിവാഹങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ്. വളരെ പെട്ടെന്ന് ചിലപ്പോൾ 45 ദിവസത്തിനുള്ളിലൊക്കെ വിവാഹം നടത്തേണ്ട ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ കുടുംബത്തിനുള്ളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നല്ല രീതിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വളരെ സന്തോഷത്തോടെയും ഐക്യത്തോടെയൊക്കെ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കുകയും കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യതയുടെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ വരികയും അത് നിങ്ങൾക്ക് ഗുണപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടി തന്നെ ആണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അധികം ഗുണപ്രദമായ കാലം തന്നെയാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കുറച്ചുകൂടി മനസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതായത് പരീക്ഷാ ടൈമിലെങ്കിലും കുറച്ചുകൂടി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ വിജയം പ്രാപ്തമാക്കുവാൻ കഴിയുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് അപേക്ഷയൊക്കെ അയക്കുവാനും പെട്ടെന്ന് തന്നെ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ തെളിയുമെന്നുള്ളതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ പൊതുവിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ തന്നെയാണ് ഈശ്വരൻ കരുതി വെച്ചിട്ടുള്ളത്. വിവാഹ ബന്ധങ്ങളൊക്കെ തന്നെ കോടതിയിലൊക്കെ എത്തി നിൽക്കുന്ന പലരും ഉണ്ടാവും. അതായത് ഡൈവേഴ്സ് കേസൊക്കെ കൊടുത്തൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിൽ ചിലർക്ക് ഒരു പിന്മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. വേണ്ടായിരുന്നു, ഒരുമിച്ച് ചേർന്നാൽ മതിയായിരുന്നു എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമായിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ്. ഈ വീഡിയോ കാണുന്നതിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ നന്നായിട്ട് തന്നെ ചിന്തിച്ച് മുതലാക്കുക. അതായത് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന ചിന്താഗതി വേണം. ഓപ്പോസിറ്റ് സൈഡിൻ്റെ മനസ്സുകൂടി മനസ്സിലാക്കി വേണം ഓരോ ജീവിതത്തിലെയും ഓരോ കാര്യങ്ങളിലേക്ക് പോകുവാൻ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കും നിങ്ങൾ അനുകൂലമായ മനോഭാവത്തെ എടുത്ത് മുന്നേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ തെളിയുകയാണ്. അപ്പോൾ ഈശ്വരൻ നമുക്ക് കാട്ടിത്തന്ന ആ ഒരു വഴികൾ നമ്മൾ നിശ്ചയമായും അത് അംഗീകരിച്ച് തന്നെയാണ് പോകേണ്ടത്. ഒരിക്കൽ മാത്രമാണ് ജീവിതമുള്ളത് എന്ന് മനസ്സിലാക്കുക. അത് എത്ര കഷ്ടതകളാണെങ്കിലും അത് ജീവിച്ച് തന്നെ തീർക്കുവാനായിട്ട് ശ്രമിക്കുക. ധനപരവും സാമ്പത്തികപരവും മറ്റു പരമായുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഈ ഒരു വിഷയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് പിൽക്കാലത്ത് ദുഃഖിക്കേണ്ട ഒരു സാഹചര്യവും വരും. കാരണം അത് അങ്ങനെയാണ് ജീവിതമെന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കുട്ടികളുടെ മനസ്സെങ്കിലും മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാനുള്ള ആ പ്രാപ്തമായ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പരസ്പര വിശ്വാസത്തോടുകൂടി ജീവിക്കാനായിട്ട് തന്നെ ശനി ഭഗവാനും ഗുരു ഭഗവാനും ശുക്ര ഭഗവാനും ഒക്കെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കാലമാണ് ഈ കാലമെന്ന് പറയുന്നത്. പരമാവധി ഈ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഷെയർ മാർക്കറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെതായ രീതിക്ക് നല്ല അറിവ് ഉള്ളവർ മാത്രം, അതിനെക്കുറിച്ച് നല്ല അറിവ് ഉള്ളവർ മാത്രം അതിലേക്ക് പണം മുടക്കുക. അല്ലാത്തവർ അതിലേക്ക് പണം മുടക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല അറിവ് ഉള്ളവർ തന്നെ, ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ ഒരല്പം വിശ്വാസ്യതയോട് അത് ചെയ്തു കഴിഞ്ഞാൽ, അത് ഇൻട്രാ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇൻട്രാ ട്രേഡിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പണം നിങ്ങൾക്ക് ലാഭമായി കിട്ടിയാൽ അത് സ്പോട്ടിൽ തന്നെ പിൻവലിക്കാനുള്ള മനോഭാവവും നിങ്ങൾക്ക് വേണം. കാരണം ഈ തരുന്ന പണം ഒരിക്കൽ കൂടി തരും, രണ്ട് തവണയിൽ കൂടുതൽ തരില്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്തെ കണക്ക്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ലാഭത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ 10,000 രൂപ ഇടുമ്പോൾ 15,000 ലാഭം കിട്ടി നിൽക്കുമ്പോൾ ആ പൈസയിൽ 1000 പോലും നിങ്ങൾക്ക് കിട്ടാത്ത സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കും. അപ്പോൾ ചിന്തിച്ച് ബുദ്ധിപൂർവം ആ പണത്തെ പിൻവലിക്കുവാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങളൊക്കെ നടത്തിയാൽ അറിയുന്നവർക്ക് വളരെ ഗുണകരം തന്നെയായിരിക്കും. അതുപോലെ മെയ് മാസം കഴിഞ്ഞു വരുന്ന ആ സാഹചര്യങ്ങളിൽ 2 മാസത്തേക്ക് നിങ്ങൾ പണം സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ കരുതൽ 100% എടുക്കണം. കാരണം പുറത്തു പോകുന്ന പണം തിരിച്ചു കിട്ടില്ല, കിട്ടാനുള്ള പണം കിട്ടാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ പുറത്തുനിന്ന് കിട്ടാനുണ്ടെങ്കിൽ നേരത്തെയൊക്കെ അത് വാങ്ങാനുള്ള ഒരു ഇത് നിങ്ങൾ ചെയ്യണം. കാരണം ആ ഒരു സമയം സാമ്പത്തികപരമായി കുറച്ച് ഞെരുക്കങ്ങളൊക്കെ വരുന്ന ഒരു സമയത്താണ്. കാരണം നേരത്തെ കിട്ടുന്ന പണത്തിനനുസരിച്ച് ആ സമയങ്ങൾക്ക് നമുക്ക് പണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരികയും പണം തരാമെന്ന് പറഞ്ഞ ആൾക്കാരോട് ചില തർക്കങ്ങൾക്കൊക്കെ വഴി ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടു വേണം പോകുവാനായിട്ട്. മെയ് മാസത്തിന് ശേഷമുള്ള 2 മാസം കാലം വളരെ ശ്രദ്ധ വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണം തന്നെയാണ്. കാരണം അവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടുന്നത് 100% കിട്ടാനുള്ള സാധ്യതകൾ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും സ്വയം ഉണ്ടാക്കി വയ്ക്കുന്ന ചില പ്രശ്നങ്ങളാൽ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ്. എന്നാലും
അവിടെ തൊഴിൽ പോകും എന്നല്ലാതെ മറ്റു വിഷയങ്ങളോ കോർട്ട് കേസ് വഴക്കുകൾ അങ്ങനെയുള്ളതൊന്നും തന്നെ ഉണ്ടാവില്ല. അത് ഇന്ത്യയിലായാലും ശരി വിദേശത്തായാലും അങ്ങനെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നില്ല. നിങ്ങളെ അവർ ഒഴിവാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തൊട്ടു താഴെ ആരാണോ പ്രൊമോഷൻ കാത്തു നിൽക്കുന്നത് അവർക്ക് ആ സ്ഥാനം കൈവരുന്ന ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. ഈ കയറിപ്പോകുന്ന ആളിനും നാളെ അതായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് വേണം മുന്നിലേക്ക് പോകുവാനായിട്ട്. അപ്പോൾ പിഴവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം പോകാനായിട്ട്. ഈ വർഷം നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ തന്നെ നമുക്ക് 2027 വരെ അനുഭവത്തിലേക്ക് നിൽക്കണം, അല്ലെങ്കിൽ സമ്പത്ത് നിലനിൽക്കണം, ഇനി ഒരിക്കലും എനിക്ക് ഒരു പിഴവുണ്ടാകാൻ പാടില്ല എന്ന ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും അനുസരിച്ച് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങൾക്കൊക്കെ അയവ് വരുന്ന കാലം തന്നെയാണ്. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ശുക്രൻ ഉദിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. 2025 ഉദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നൽകുന്ന പരിശ്രമം അതിനുള്ള ഫലമായിരിക്കും ലഭിക്കുക. ഇപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾ ഒരു ഡിസംബർ മാസം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, 1000 രൂപ കിട്ടേണ്ട ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 300 രൂപ ആയിരിക്കാം. എന്നാൽ ഈ വർഷം നിങ്ങൾ പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ 2500 എന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്ക് തന്നാൽ മാത്രമേ അതവിടെ തീരുകയുള്ളൂ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന സമയം തന്നെയാണ്. അതൊരു പെയിന്റിംഗ് വർക്ക് ആവട്ടെ, ഒരു കോൺട്രാക്ടർ ആവട്ടെ, എവിടെയും ആവട്ടെ. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്, ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്ക് സംബന്ധിച്ച ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വരും. അതൊക്കെ തന്നെ തരണം ചെയ്യുവാനായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുക. അതുപോലെ ഈ സാധനങ്ങളൊക്കെ വിറ്റുപോകാത്ത ഒരു സമയവും കൂടി ആണ് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വില മതിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ പെട്ടെന്ന് വിറ്റ് പോകാത്ത സാധനങ്ങളൊന്നും തന്നെ എടുത്ത് ചിലവാക്കാനായിട്ട് ശ്രമിക്കരുത്. അതെല്ലാം തന്നെ അവിടെ കെട്ടിക്കിടക്കുകയും പിന്നീട് നഷ്ടത്തിലേക്ക് വരുന്ന സാഹചര്യവും കൂടി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കടബാധ്യതകളിലൂടെയൊന്നും പോയി ബാങ്ക് ലോണുകൾ വഴിയൊന്നും തന്നെ സ്റ്റോക്കുകൾ ഇറക്കി ബുദ്ധിമുട്ടുകൾ സ്വയം വരുത്തി വയ്ക്കരുത്. വിൽക്കുന്ന പ്രോഡക്റ്റുകൾക്ക് അനുസൃതമായ പ്രോഡക്റ്റുകൾ തന്നെയാവണം നിങ്ങളടുത്ത് വിൽക്കേണ്ടത് എന്ന്. അതായത് പെട്ടെന്ന് വിറ്റ് പോകുന്ന ഒരു സാധനം, പാല് പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനങ്ങളാണ് അന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് പാല് കച്ചവടക്കാരൊക്കെ എടുക്കാറുണ്ട്. അതേ ഒരു രീതി അങ്ങ് ഫോളോ ചെയ്യുക. അതായത് ഒരു കവറൊക്കെ മിച്ചം വന്നാലും അവർക്കത് വിഷയമല്ല. അപ്പോൾ അതേപോലെ എന്ത് സാധനം നിങ്ങൾ ചെയ്താലും, ബേക്കറി കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിക്കുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. അത് വാങ്ങി ചില ആൾക്കാർ കഴിക്കാറില്ല വലിയ വിലയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറുകിട കടക്കാരൊന്നും അങ്ങനെ ചെയ്യാതിരിക്കുക. അവർക്ക് വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് പോകുന്നതൊക്കെ ചെയ്യുക. അതിനനുസരിച്ചുള്ള വരുമാന വർധനവൊക്കെ നിങ്ങൾക്ക് വരികയും പടിപ്പടിയായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പൊതുവിൽ ഈ 2025 ഇടവൻ രാശിക്കാർക്ക് വളരെ ഏറെ നല്ല ഫലം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഭൈരവ മീഡിയ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകൾ നിങ്ങൾ എഴുതി ഇടുക, ബോക്സിലിടുക. അതുപോലെ തന്നെ നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് നിർദ്ദേശങ്ങളായിട്ട് നൽകുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസായി ചെയ്തു തരുന്നതാണ്. പരമാവധി പ്രാക്ടിക്കൽ തോട്ട്സ് ആയിരിക്കും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഒരു വ്യക്തിയെ പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്യുക. ഗ്രഹങ്ങൾ ഒരു വിധത്തിൽ മൂവ് ചെയ്യുമെങ്കിലും അതേ ഗ്രഹങ്ങൾ നമ്മളെ ചതിക്കുകയും ചെയ്യും എന്ന് ഓർക്കുക. ഇപ്പോൾ സൂര്യഭഗവാനാണെങ്കിലും ശുക്രഭഗവാനാണെങ്കിലും, ശുക്രൻ അടിച്ചു അല്ലെങ്കിൽ ശുക്രൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശുക്രദശയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ശുക്രഭഗവാനും നമ്മളെ പരമാവധി ചതിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ അദ്ദേഹവും നമ്മളെ ചതിക്കുകയും ചെയ്യും. അപ്പോൾ രാശികളും ഗ്രഹങ്ങളും അല്ല, നമ്മുടെ ചിന്താഗതികളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. എന്നെ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ രാശികളുടെയും ഗ്രഹങ്ങളുടെയും അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ 9 ഗ്രഹങ്ങളും 9 വിധത്തിലുള്ള ചിന്താഗതിക്കാർ തന്നെയാണ്. അവർ ഏത് അവസ്ഥയിലിരുന്നാലും അവരുടേതായ ചിന്തയിലൂടെ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. നമുക്ക് നന്മയുണ്ട് എന്ന് കരുതുന്ന സമയത്ത് നമുക്ക് തിന്മയായിരിക്കും ലഭിക്കുക. തിന്മ വരുന്നു എന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ നന്മ ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടും ഈ ഗ്രഹങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. അപ്പോൾ ഏത് വഴി നമുക്ക് പണി കിട്ടുമെന്നും ഒന്നും ഉറപ്പിക്കാനായിട്ട് പറ്റില്ല.
സ്വയം ബുദ്ധിപൂർവ്വം കരുതലോടുകൂടി എല്ലാവരും ഒരു തൊഴിൽ ചെയ്യുമ്പോൾ തെളിവോടുകൂടി നിങ്ങളുടെ ഭാഗം ജയിക്കാനായിട്ട് കണക്കാക്കി തെളിവുകൾ സൂക്ഷിച്ചു മാത്രം നിങ്ങൾ പണിയെടുക്കുക. ഇല്ലെങ്കിൽ ഒപ്പമുള്ളവരാൽ വഞ്ചിക്കപ്പെടുവാനും സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ്. അതായത് ഒപ്പമുള്ള ഒരു സുഹൃത്ത് നമുക്ക് നല്ലത് പ്രദാനം ചെയ്യുമെന്ന് കരുതി നമ്മൾ ഇരിക്കുമ്പോൾ അതേ സുഹൃത്ത് സ്വന്തം രക്ഷയെ കരുതി അദ്ദേഹം നമ്മളെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടാകും. അതായത് ഈ കർത്താവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന യൂദാസ് തന്നെ അദ്ദേഹം കർത്താവ് പറയുകയായിരുന്നു, നീ എന്നെ ചതിക്കും, നീ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനോ എന്ന് ചോദിക്കുകയും പിന്നീട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവിടെ സംഭവിക്കുകയും അതിൻ്റെ പശ്ചാത്താപത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെയും ഉണ്ട്. അപ്പോൾ നമ്മുടെ അവസ്ഥകളും ഈ കർത്താവിൻ്റെയും യൂദാസിൻ്റെയും പോലുള്ള അതേ അവസ്ഥയിലൂടെ വേണം നമ്മൾ ചിന്തിക്കുവാനും മുന്നോട്ട് സഞ്ചരിക്കുവാനും. കർത്താവ് ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. കാത് വെട്ടിയിട്ടപ്പോൾ തന്നെ അദ്ദേഹം എടുത്ത് കാതൊട്ടിച്ചു വെച്ച് പാടില്ല വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ ദൈവമാണ് ഈ കർത്താവ് എന്ന് പറയുന്ന അദ്ദേഹം ദൈവമല്ല, മനുഷ്യപുത്രനാണ്. നമ്മളെപ്പോലെ തന്നെ പുത്രൻ, എല്ലാവർക്കും നന്മകൾ പറഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ചുറ്റുമുള്ളവർക്കെയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ശത്രുക്കളായി മാറാം. അപ്പോൾ സ്വയം രക്ഷ ആണ് എല്ലാവരും കണക്കിലെടുക്കേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.